ഗായത്രിയുടെ കോൺസെപ്റ്റ് ചോദിക്കുമ്പോൾ പ്രണവ് എന്നുള്ളത് അതിപ്പോൾ പറഞ്ഞ് എല്ലാതും പറയും. പക്ഷെ എന്നാലും ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങനെ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്പാർക്ക് കിട്ടുമ്പോൾ കിട്ടണമെങ്കിൽ അതിന് റീസൺസ് തീർച്ചയായിട്ടും വേണം. ഒന്നെങ്കിൽ ഇപ്പോൾ ചിലർ പറയും ഒരാളെ വളരെയധികം അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അവർ നമുക്ക് പറ്റുന്ന ആളാണോ എന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ അറിയണം. റൈറ്റ്. അപ്പോൾ ഈ പ്രണവിൻ്റെ അത് പറയാനുള്ള ഒരു റീസൺ You want an authentic answer, അല്ലേ? For sure. അപ്പോൾ then For sure, come on. അല്ലേ? I don't want to talk about it. Okay, cool. Authentic answer അല്ലേ വേണ്ടേ? Authentic. This is the authentic answer. I don't want to talk about it. കൂൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ അല്ലെ ഇപ്പം ഇങ്ങനെ വീഡിയോസും ഇതൊക്കെ വരുമ്പോൾ Thank you, Chetta. Thank you so much for understanding. Why? For understanding. കൂൾ അല്ലേ, അതല്ലേ ഏറ്റവും നല്ലത് അങ്ങനെ പറയുമ്പോൾ. സോ വെൻ യു ഗെറ്റ് വീഡിയോസ് എല്ലാം അങ്ങനെ വരുമ്പോൾ അത് കാണുമ്പോൾ യു മൈറ്റ് ഫീൽ ബാഡ് ഓർ നോട്ട് ഗുഡ് ഓർ അതാണ് ഇതെന്താണെന്നറിയോ ചേട്ടാ, ഇത് നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 5 ദിവസത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഇവോൾവ് ചെയ്യുന്നൊരിത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെച്യൂരിറ്റി കാണിക്കണ്ടേ, നമ്മുടെ ഒരു ലൈഫിനോടുള്ള മെച്യൂരിറ്റി. പിന്നെ ഞാൻ എനിക്ക് കൊടുത്ത വാക്കാണ്, ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത്? ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇനി ഞാൻ എന്നിൽ ബിസിയാണ്. ഐ എം ബിസി വിത്ത് മൈസെൽഫ്. സോ ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ബ്ലോക്ക് ഇറ്റ്. വെരി ഗുഡ്. നമ്മളുടേതായ ഒരു സെൽഫ്. അങ്ങനെ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നാൽ ഇഗ്നോർ ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് യെസ്, അതാണ്. ഇനിയിപ്പോ ഞാൻ അത് തുറന്നു നോക്കി അതിന്റെ പിന്നാലെ പോവാ. പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ, പിന്നെ അതിന്റെ പുറകെ പോകണം. നമുക്ക് വേറെ എന്തൊക്കെ പരിപാടികൾ ചെയ്യാൻ കിടക്കുന്നില്ലേ? വെരി ട്രൂ. ഇപ്പോൾ നോർമലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുള്ള വേറെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിരിക്കാം, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിലർ പറയും അതിനിപ്പോൾ എന്താ കമൻ്റ് ഇടുന്നവർ ഇടട്ടെ. എന്നാലും ആ കമൻറ്റ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വി മൈറ്റ് നോട്ട് ഫീൽ ഗുഡ് അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ്, ഹൗ ഡു യു ടേക്ക് ഇറ്റ്? അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുവാണോ, അതോ വേണമെങ്കിൽ അതിൽ റിപ്ലൈ ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തിട്ടുണ്ടോ? ചില സമയത്ത് നമ്മൾ മറന്നു പോകും, പക്ഷെ ചില സമയത്ത് അത് നമ്മുടെ കുറച്ച് നേരം നിൽക്കും. പക്ഷെ നമ്മളത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി നമ്മളത് കളയണം എന്നാണ് എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ ഇത് നമ്മുടെ കൂടെ അങ്ങോട്ട് പോകുന്ന നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ഒരു പ്രോഗ്രാമിംഗുമായി മാറും ഇത് എന്നാണ്. ജനറലിയും ഇത് തന്നെയാണ് യുവർ ആൻസർ അല്ലേ? ജനറലി ആൾക്കാർ ഇങ്ങനെ നേരിടുമ്പോൾ ബെറ്റർ ഓപ്ഷൻ ഇസ് ഇഗ്നോർ അല്ലേ, ഓർ യു ഗിവ് റിപ്ലൈ? ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ? അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പീപ്പിൾ വിൽ സേ. ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് കമന്റ് ചെയ്യാനല്ലേ കമന്റ് ബോക്സ് ഇട്ടിരിക്കണേ. അപ്പൊ ആൾക്കാർ എന്തും കമന്റ് ഇടും. ഒന്നില്ലെങ്കിൽ അത് നോക്കാതിരിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ. നോക്കിയാ നിങ്ങൾക്ക് ഹേർട്ട് ആവുമെങ്കിൽ അത് ഹേർട്ട് ആവുക. എനിക്കിത് പറയാൻ കിട്ടുന്നില്ല, വേറെ നിവൃത്തിയില്ല, ഹേർട്ട് ആവുക. അതെ, അല്ലെങ്കിൽ എന്നെ നോക്കാതിരിക്കുക. മറ്റേ കരീന കപൂർ പറയണ പോലെ പത്ഥർ കാ ദിൽ ഹോനാ ചാഹിയേ. ചെക്ക് ചെയ്യാതിരിക്കുക. ഇഗ്നോർ ചെയ്യുക. എന്തിനാ ചെക്ക് ചെയ്യണേ? അല്ല, പക്ഷെ ആൾക്കാർ എന്തിനാ നമ്മുടെ പ്രൊഫൈൽ വന്ന് കാണണേ? ദിസ് ഓൾസോ ഗിവ് ആൻഡ് ടേക്ക്. അതാണ് ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അതുകൊണ്ടാണ് അതൊക്കെയാണ് ഈ ഭയങ്കര എൻടാങ്കിൾമെന്റ് ഒക്കെ വരുന്നത്. ഗായത്രിയുടെ മൈൻഡിൽ ശരിക്കും ഒരു മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവം അത് തിങ്ക് ചെയ്തിട്ട് ഇറങ്ങേണ്ട എന്താണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത് തോന്നുന്നത്? തിങ്ക് ചെയ്ത് ഇറങ്ങേണ്ട കാര്യം തന്നെയാണ്. കാരണം ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും വീട്ടിൽ നിന്നും എല്ലായിടത്തുനിന്നും. അപ്പം പക്ഷെ ഇപ്പോൾ ഐ ഹാവ് റീച്ച്ഡ് എ ലെവൽ വെയർ എനിക്ക് അത്ര തിങ്ക് ചെയ്യേണ്ട ആവശ്യം, അത്രയ്ക്ക് ഞാൻ കുറേയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇഫ് എ പേഴ്സൺ വർക്ക്സ് ഔട്ട് ഓർ നോട്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും കേട്ടോ, ഞാൻ എൻ്റെ ഭാഗം മാത്രമല്ല പറയണേ. ഐ നോ ഇഫ് ദിസ് വിൽ വർക്ക് ഔട്ട് ഓർ നോട്ട് എന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാവും. സോ അത് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ എയിം. അങ്ങനെയല്ല ഞാൻ പറയണത്, അധികം ഇങ്ങനെ ഓവർ തിങ്കിങ് ഇല്ലാതിരിക്കുക, ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് മെയിൻ. അതെ. അപ്പം ഈ ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ, ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ പ്രഷേഴ്സും കാര്യങ്ങൾ വരുമ്പം ഓഫ് കോഴ്സ് വരാറുണ്ടാവാം. അതെ, അമ്മ പറയും ഗായത്രി നീ എന്താ നിന്റെ ലൈഫ് വെച്ച് കാണിക്കണേ, എനിക്ക് പേടിയാവുന്നുണ്ട് നീ പോണ കണ്ടിട്ട്. അമ്മയുടെ മെയിൻ ഡയലോഗ് അത്, എനിക്ക് പേടിയാവുന്നുണ്ട് ഗായത്രി നിന്റെ പോക്ക്. തിരിച്ചെന്ത് പറയുന്നത്? ഞാൻ മൈൻഡ് ചെയ്യില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കും. അടിപൊളി. പക്ഷെ അപ്പോൾ അത് മൈൻഡിൽ എടുക്കാറുണ്ടോ ആ ചോദ്യം? ശരി, എപ്പോഴെങ്കിലും ഒരു ടൈമിൽ
ശരിയാണ് ആക്ച്വലി അമ്മ ചോദിച്ചതിൽ തെറ്റില്ല, പക്ഷെ ഞാനിപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്നുള്ളൂ. അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? കുറച്ച് കാലം വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ദൈവമേ ഞാൻ ഒറ്റയ്ക്കാവോ, ഒറ്റയ്ക്കായ എന്താവും ദൈവമേ, കുറെ കാലം കഴിഞ്ഞാലൊക്കെ ആരുണ്ടാവുക കൂട്ട് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി രണ്ടിലും ഉണ്ട്. ഇപ്പൊ കല്യാണത്തിലായാലും പെയിൻ ആൻഡ് പ്ലഷർ ഉണ്ട്, ബീങ് അലോണിലും ഉണ്ട് പെയിൻ ആൻഡ് പ്ലഷർ. വിച്ച് വൺ ഡു യു വോണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഇതാണ്, ബീങ് അലോൺ. ഈ പെയിൻ ആൻഡ് പ്ലഷറാണ് അതാണ് ഗുഡ് എന്നുള്ളത്. യെസ്. ഓക്കെ, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായിരിക്കും മാരേജ് ആണെന്നുണ്ടെങ്കിൽ യുവർ തിങ്കിങ് വെച്ചിട്ട്? പോസിറ്റീവ് മാരേജ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഫ്രീഡം വളരെ കുറവായിരിക്കില്ലേ? ചാൻസ് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ. അതെ, പക്ഷെ എങ്കിലും ഒരാളുടെ കാര്യം കൂടെ നമ്മൾ അല്ല അതല്ല ഉദ്ദേശിച്ചത്. ഒരാളുടെ കാര്യം കൂടി നോക്കണം. പിന്നെ ആൾക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, എനിക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. കല്യാണം എന്തോ ഒരു ചട്ടക്കൂടായിട്ട് എനിക്ക് തോന്നും. പക്ഷെ ചിലവരങ്ങനെ ആവില്ല, ചിലവർ ഭയങ്കര നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. പക്ഷെ എനിക്ക് അതുകൊണ്ടല്ല ഞാൻ കല്യാണം കഴിക്കാതിരിക്കണേ. നമ്മൾ പറ്റിയ ഒരാളുണ്ടല്ലോ, ആളെ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഈ കുറച്ച് പൊസസീവ് ആവണതും എന്താ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അല്ലാതെ വളരെ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല എന്നല്ല. അങ്ങനെയാണ് പിന്നെ അല്ലേ? അതെ 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 അതെ. പക്ഷെ അത് വിത്ത് ദ റൈറ്റ് പേഴ്സൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു തിങ്കിങ് ഉള്ളതുകൊണ്ടാണ് മാരേജ് വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. കുറച്ചും കൂടെ ആ ഫ്രീഡം പാർട്ട് അത് ആക്ച്വലി അഫക്റ്റ് ചെയ്യുന്നു. ഫ്രീഡം അല്ല, ഇപ്പം ഐ എം 32 നൗ. പക്ഷെ മേ ബി 40-ലായിരിക്കും എന്ത് റൈറ്റ് പേഴ്സൺ വരുന്നു. അങ്ങനെ അപ്പോൾ ഒരു കൂട്ട്, നല്ലൊരു കൂട്ട്, നല്ലൊരു ഫ്രണ്ട് എന്നുള്ള പോലെ. ഇപ്പോഴത്തെ ഒരു സിനിമ വെച്ച് നോക്കുമ്പോഴും ശരിയാണ്. ഇപ്പം രാത്രി പറഞ്ഞത് ആൾക്കാർ ഇപ്പം മാരേജ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു എന്നുള്ള സംഭവം ഉണ്ടല്ലോ, മാരേജിലേക്ക് പോകുന്നവരുടെ. ചിലപ്പോൾ ഇപ്പം നമുക്ക് കാണാം മാരേജ് കഴിഞ്ഞാലും ഇപ്പോൾ ഡിവോഴ്സസ് ആർ ഓൾസോ അതിൻ്റെ എണ്ണവും കൂടിക്കൂടി വരുന്നു. നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആവാം, അല്ലെങ്കിൽ അതൊക്കെ എപ്പോഴെങ്കിലും ബോധേർഡ് ആയിട്ടുണ്ടോ അതിനെപ്പറ്റിയൊക്കെ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസ് നമ്മൾക്ക് അറിയാവുന്നവരൊക്കെ അല്ലെ ബ്രേക്കപ്സ് ഇങ്ങനെ വരുമ്പോൾ എപ്പോഴെങ്കിലും തിങ്ക് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് വെൻ ഐ ഗെറ്റ് ഇൻ ടു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇത് വരുമ്പോൾ അതായിട്ട് എപ്പോഴെങ്കിലും തിങ്ക്? അല്ല ചേട്ടാ, ഡിവോഴ്സ് ഇസ് ജസ്റ്റ് എ പ്രോസസ്. രണ്ടുപേർക്ക് മാരേജ് ഇസ് എ പ്രോസസ് എന്ന് പറയുന്ന പോലെ ഡിവോഴ്സ് ഇസ് എ പ്രോസസ്. രണ്ടുപേരും തമ്മിൽ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നമ്മൾ ആ ലോയിലൂടെയൊക്കെ പോയി സെപ്പറേറ്റഡ് ആവുക, അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെ വർക്കായില്ലെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതെ അതെ, വെറുതെ യു ക്യാൻ മൂവ് ഫോർവേഡ്. നമുക്ക് മരിക്കണ വരെ സമയമുണ്ടല്ലോ. തീർച്ചയായിട്ടും. യെസ്.